ഭവാനിയെ പേടിച്ച് ഭൂമിയെ കൊണ്ട് നാട് വിടാനായിട്ട് നമ്മുടെ അച്യുതൻ തീരുമാനിക്കുകയാണ്. ഭവാനി ആണെങ്കിൽ ഇപ്പോഴും നമ്മുടെ അഭിരാമി എന്ന് പറയുന്ന ഭൂമി ജീവിച്ചിരിപ്പുണ്ടോ, അവളെ ഞാൻ കൊല്ലാൻ കൊടുത്തതല്ലേ, അവൾ മരിച്ചതല്ലേ, പിന്നെ എന്തിനാണ് അച്യുതൻ എൻ്റെ മുന്നിൽ കള്ളത്തരം കാണിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് നമ്മുടെ അഞ്ജന. അജയുടെ മുറപ്പെണ്ണ നാട്ടിലെത്തി അഞ്ജനയ്ക്ക് ക്രഷ് എൻ്റെ അടുത്ത് നിനക്ക് ക്രഷ് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അജയോട് ഇഷ്ടം തുറന്നു പറയുന്നുണ്ട്. നമ്മുടെ ഭൂമിയുടെ ജന്മരഹസ്യം എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. 22 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് നടന്നതെന്നുള്ള കാര്യം ഭവാനി തുറന്നു പറയുവാണ്. ഭൂമിയെ കൊല്ലാൻ കൊടുത്തതും നമ്മുടെ അച്യുതൻ കൊണ്ടുവന്ന് വളർത്തുന്നതും ഒക്കെ ആദ്യത്തെ എപ്പിസോഡുകളിൽ കാണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അച്യുതൻ ഒരു പെൺകുട്ടീനെ ഇങ്ങനെ വണ്ടി ഇടിക്കുന്ന പോലത്തെ ഒരു സാധനമില്ലേ, അതിന്റെ കറക്റ്റ് മുഴുവൻ എന്താണെന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, അജയുടെയും ഭൂമിയുടെയും ഇന്നത്തെ ജൂൺ 15-ാം തീയതിയിലെ എപ്പിസോഡ് 11-ന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയൽ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ ഭവാനി എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് ഒരാൾ വരുവാണ് ജീപ്പിൽ. എന്നിട്ട് അയാളോട് പറയുവാണ്, എന്തിനാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭവാനിയും ഈ ജീപ്പിൽ വന്ന ആളും കൂടെ സംസാരിക്കുന്നത് മാറി നിന്ന് നമ്മുടെ അച്യുതൻ ഒളിഞ്ഞു നിന്ന് കാണുവാണ്. ഇത് കൊട്ടേഷൻ കമാലാണല്ലോ, ഇയാളുമായിട്ട് ഭവാനിക്ക് എന്താ ഇടപാട് എന്തെങ്കിലും നമ്മുടെ അച്യുതൻ ചിന്തിക്കുവാണ്. ഇതേ സമയം നമ്മുടെ ഭവാനി പറയാണ്, 22 വർഷങ്ങൾക്ക് മുമ്പ് അഭിരാമിയെ ഞാൻ ടാക്സി ഡ്രൈവറായ അച്യുതന്റെ കയ്യിൽ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചതാണ്. അവളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതെന്താ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഭവാനി പറയാണ്, ഞാൻ ആ കഥ പറയാം. 22 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അഭിരാമിയെ മൂന്നാറിൽ നിന്നും കാറിൽ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. 22 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭവാനി രാത്രി കാറിൽ ഡ്രൈവ് ചെയ്യുവാണ്. കാറിന്റെ പിറകിൽ നമ്മുടെ 2.5 വയസ്സായ പെങ്കൊച്ച് അഭിരാമി ഇരുന്ന് കരയുവാണ്. എന്നിട്ട് ആ കൊച്ചിനടുത്ത് പറയുകയാണ് നമ്മുടെ ഭവാനി, നിന്റെ അച്ഛൻ എന്നെ തെരുവിലാക്കി, അപ്പൊ ഇത്രയെങ്കിലും നിന്റെ ഇളയമൻ നിങ്ങളോട് പകരം ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് മൂന്നാറിൽ നിന്നും നേരെ കണ്ണൂരിലുള്ള നമ്മുടെ ഫാക്ടറി, സൗഭാഗ്യ മെഡിക്കൽ ഫാക്ടറി ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് ഒരു വാടക വീട്ടിലായിരുന്നല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങോട്ടേക്ക് നമ്മുടെ ഭവാനി എന്ത് ചെയ്യാണ്, ഈ കുഞ്ഞിനെ കൊണ്ട് വരുവാണ്. നേരെ വീട്ടിനകത്ത് കൊണ്ട് ഒരു റൂമിൽ കൊണ്ടെടുത്തിരുന്ന് നിനക്ക് കഴിക്കാനൊന്നുമില്ല, മോങ്ങാതെ ഇരി കൊച്ചേ എന്ന് പറഞ്ഞ് നേരെ വാതിലും അടച്ച് പോവാണ്. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, അവിടെ നമ്മുടെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അവിടെ അച്യുതൻ വരുന്നു. അച്യുതൻ ആരാണെന്ന് നമ്മുടെ ഭവാനി പറയുന്നുണ്ട്. നമ്മുടെ കമ്പനിയിലെ തന്നെ ടാക്സി ഡ്രൈവർ ആയിരുന്നു അച്യുതൻ. നമ്മുടെ കമ്പനിയിലെ സ്ഥിരം ആളായിരുന്നു. പക്ഷെ കമ്പനി പൂട്ടിയതോടെ അച്യുതന് ജോലി ഇല്ലാതായി. അങ്ങനെ അച്യുതൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്ന് പറയുകയാണ്. അച്യുതൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഭവാനി പിറ്റേ ദിവസം കൊച്ചിന് ആഹാരം കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ ഈ പറയുന്ന അഭിരാമി വേണ്ട എന്ന് പറഞ്ഞ് കഴിക്കുന്നില്ല. അപ്പോഴത്തേക്ക് വേണമെങ്കിൽ എടുത്ത് തിന്നെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ആയിരിക്കും ആരോ ബെല്ലടിക്കുന്നത്. അങ്ങനെ പോയി തുറന്നു നോക്കുമ്പോഴാണ് അച്യുതൻ. അപ്പോൾ ഭവാനി ചോദിക്കുന്നത്, എന്താ അച്യുത എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുകയാണ്, മാഡം ഞാൻ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വന്നത്. എന്താ അച്യുത, ഓട്ടോ ഒന്നുമില്ല? ഇല്ല മാഡം, ആകെ ഉണ്ടായിരുന്ന ഓട്ടം നമ്മുടെ കമ്പനിയുടെതല്ലായിരുന്നു, കമ്പനി ഇടയ്ക്കെങ്ങാനും തുറക്കുമോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും കമ്പനി ഇപ്പം തുറക്കാൻ അറിയത്തില്ലല്ലോ, ഗവൺമെന്റ് സീൽ ചെയ്തതല്ലേ, മാത്രമല്ല എൻ്റെ ഭർത്താവ് മരിച്ചില്ലേ, ഇനിയിപ്പം എന്തൊക്കെയാണെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. അപ്പൊ അച്യുതൻ പറയാണ്, ആൾക്കാർ പലതും പറയുന്നുണ്ട് മാഡം, അപ്പൊ ആൾക്കാർ പലതും പറഞ്ഞോട്ടെ, നമുക്കല്ലേ സത്യം അറിയോ, പറയുന്നവർക്ക് എന്ത് പറയാൻ പാടില്ല എന്നിങ്ങനെ നമ്മുടെ ഭവാനി പറയാണ്. അച്യുതൻ എന്താ ഇപ്പോൾ വന്നത്, അത് ഞാനൊരു സാമ്പത്തിക സഹായം ചോദിച്ചാണ് വന്നത് മാഡം. എൻ്റെ കാറൊന്ന് പുതുക്കി കഴിഞ്ഞാൽ, പുതിയൊന്ന് ആക്കി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് പെർമിറ്റ് കിട്ടുമെന്ന്, കാശ് എന്തെങ്കിലും തരാൻ പറ്റുമോ മാഡം എന്നിങ്ങനെ പറയണം. അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, എനിക്കവിടെ എന്താ പറയുക, തെക്കൻ തിരുവിതാംകൂറിലാണ് നമ്മുടെ സാഗറിൻ്റെ വീട്. അവിടെ നിന്ന് എനിക്കൊന്നും ചോദിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അവിടുത്തെ ഷെയർ എല്ലാം വിറ്റുപിറക്കിയാണ് നമ്മൾ എന്ത് ചെയ്തത്, കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ നോക്കട്ടെ, അച്യുതൻ ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് അച്യുതൻ പറയണ, ഞാൻ വെറുതെ സാഗർ സാറിന്റെ ഫാമിലിയൊന്നും കണ്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ അവരൊക്കെ എവിടെയാണെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്യുതൻ അങ്ങ് പോവാണ്. പിറ്റേ ദിവസം നമ്മുടെ ഭവാനി ഇരുന്ന് ചിന്തിച്ചിട്ട്, അങ്ങനെ ഞാൻ അച്യുതന്റെ ദാരിദ്ര്യം ചൂഷണം ചെയ്യാൻ തുടങ്ങി, അഭിരാമിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഒരു പുതിയ കാർ നിനക്ക് വാങ്ങി തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിൽ അച്യുതനെ കൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ കൊല്ലാൻ സമ്മതിപ്പിച്ചു, അഭിരാമിയെ കൊല്ലാനായിട്ട് സമ്മതിപ്പിച്ചു എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അതായത് പാതി സമ്മതത്തിൽ നമ്മുടെ അച്യുതൻ എന്ത് ചെയ്യാണ്, പിറ്റേ ദിവസം പോവാണ്. അപ്പോഴത്തേക്കും ഈ കുഞ്ഞിനെ നീ കൊണ്ടുപോയി കൊല്ലണമെന്ന് നമ്മുടെ ഭവാനി പറയുമ്പോഴത്തേക്കും നമ്മുടെ അച്യുതൻ പറയാണ്, എന്തിനാണ് ഈ കുഞ്ഞിനെ കൊല്ലുന്നത്, അത് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മോളാണത്, ഈ ഭർത്താവിൻ്റെ ചേട്ടൻ കാരണമാണ് എൻ്റെ ഭർത്താവ് മരിച്ചത്, നമ്മുടെ കമ്പനിയെല്ലാം ഇങ്ങനെ ആയതും, അപ്പം അതുകൊണ്ട് അതിനുള്ള പ്രതികാരമാണ്, നീ ഇപ്പം ഈ ജോലി ഇല്ലാതെ വന്നുകൊണ്ട് നിൽക്കുന്നത് പോലും എന്താ പറയുക, ഈ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ കാരണം, അപ്പം അയാളോടുള്ള പ്രതികാരം എങ്ങനെയെങ്കിലും നമ്മൾ വീട്ടണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ അച്യുതൻ ചോദിക്കുക,
ഇതൊരു പാവം കുഞ്ഞല്ലേ, ഈ കുഞ്ഞിനെ കൊല്ലണം എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും കൊല്ലണം, നിനക്ക് 15 ലക്ഷം രൂപ അപ്പം തന്നെ നിന്റെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞിട്ട് കുട്ടിയെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പൊ അച്യുതൻ കുട്ടിയെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ആ മോളെ കരയില്ലേ, ഇങ്ങ് വാന്ന് പറഞ്ഞിട്ട് മോളെ എടുത്തോണ്ട് നേരെ നമ്മുടെ അച്യുതൻ പോവാണ്. ഇവളെ മലയുടെ മുകളിൽ നിന്ന് താഴെ തള്ളിയിടണം, എന്നിട്ട് എനിക്ക് അതിന്റെ തെളിവ് വേണമെന്ന് പറയുവാണ്. എന്നിട്ട് ഈ കഥയൊക്കെ നമ്മുടെ ജീപ്പുകാരൻ്റെ അടുത്ത് പറയുവാണല്ലോ ഭവാനി. എന്നിട്ട് നമ്മുടെ അച്യുതൻ കുഞ്ഞിനെയും കൊണ്ട് പോവാണ്. അപ്പോഴത്തേക്കും തെളിവ് കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും തെളിവ് കിട്ടിയെന്ന് പറഞ്ഞ് ഭവാനി ഫോണിൽ ഇങ്ങനെ തെളിവ് കാണിക്കുകയാണ്. 22 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എപ്പിസോഡ് 2 എന്തോ ഉണ്ടായിരുന്ന ഒരു സാധനമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. നമ്മുടെ അച്യുതൻ ഒരു വണ്ടി ഓടിച്ച് രാത്രി ഒരു പകലിലൊരു കാട്ടിലൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും മൂക്കിൽ ചോര ഒലിച്ചൊരു കുഞ്ഞിങ്ങനെ കിടക്കുന്നത് മരിച്ച് നമ്മുടെ അച്യുതൻ കരയുന്നതായിട്ടുള്ള ഒരു വീഡിയോ, അങ്ങനെ ഒരു വീഡിയോ ആണ് ഭവാനി കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്ന സാധനം അച്യുതൻ ഇത് എന്ത് ചെയ്തതാ, പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോയാണ്. എന്നിട്ട് ഇവളെ കൊണ്ടുപോയി വളർത്തി. അപ്പൊ ഈ സാധനം ഭവാനിക്കെടുത്ത് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിരുന്നു അന്ന്. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് നമ്മുടെ പറഞ്ഞു ഇപ്പൊ എന്താണ് മാഡം യഥാർത്ഥ പ്രശ്നമെന്ന് ജീപ്പുകാരൻ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഭവാനി പറയണം, അത് അച്യുതൻ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, അയാൾ എന്നെ കണ്ട ഭയം നോടി ഒളിച്ചു. അപ്പൊ എന്തിനാണ് അയാൾ അങ്ങനെ ഭയം നോടി ഒളിച്ചത്? അന്ന് അയാൾക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് സാഗറിന്റെ കുടുംബക്കാരെയൊന്നും അറിയത്തില്ലായിരുന്നു, ഇപ്പോഴും അറിയില്ല. ഇനി അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് തിരക്കണം. മാത്രമല്ല ഇയാളെങ്ങാനും സാഗറിന്റെ കുടുംബത്തെ കണ്ട് ഞാനാണ് അഭിരാമിയെ കൊല്ലാൻ കൊടുത്തതെന്നല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീരും. അപ്പൊ അതുകൊണ്ട് എൻ്റെ മകളുടെ കല്യാണം ഇപ്പൊ അവിടുത്തെ അജയായിട്ട് നടക്കാൻ പോകും. അപ്പൊ യാതൊരു കാരണവശാലും എൻ്റെ ബാക്ക് ഹിസ്റ്ററിയും ഈ അഭിരാമിയുടെ ബാക്ക് ഹിസ്റ്ററിയൊന്നും ആരും അറിയാൻ പാടില്ല എന്നിങ്ങനെ നമ്മുടെ ഭവാനി പറയുവാണ്. ഓക്കെ മാഡം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. അപ്പൊ അച്യുതൻ ഈ പ്ലാനുകളെല്ലാം കേട്ട് മനസ്സിലാക്കുവാണ്. പിന്നീട് നമ്മുടെ സൗഭാഗ്യപുരത്ത് സംഗീതയും മാധവും കൂടെ ചിരിച്ചു കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും സൗഭാഗ്യ മുത്തശ്ശി ചോദിക്കാൻ എന്താ ചിരിയും കളിയൊക്കെ, പിന്നെ അഞ്ജന നീ വിളിച്ചായിരുന്നോ മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് സംഗീതത്തിൽ. ഇല്ല, ഞാൻ ഭവാനി അടുത്ത് പറഞ്ഞിട്ടുണ്ട് വിളിക്കണം. എന്തിനാ ഭവാനി അടുത്ത് വിളിക്കാൻ പറഞ്ഞു? നീ വിളിച്ചുകൂടെ, നിന്റെ സഹോദരന്റെ മോനല്ലേ, അവളല്ലേ നിന്റെ മരുമോള് കൂടി ആവാൻ പോകുന്നോളല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് സത്യന് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു, സത്യൻ ഇവിടെ പോയോ എന്തോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സത്യൻ അങ്ങോട്ട് വരുവാണ്. സത്യൻ അങ്ങോട്ട് വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ മാധവ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇനിയിപ്പോൾ അജയ് എടുത്ത പോലീസ് പണിക്ക് പോകണ്ടെന്ന് പറ, അമ്മയെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പനിയിൽ തന്നെ എന്താ പറയുക ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ പറയോ, അപ്പം നിനക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി കളിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യൻ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ മാധവ് പറയാണ്, അളിയനെന്താ പഴയ മാനസമേനയും പണി നടക്കുവാണെന്ന് ചോദിക്കണം. അതായത് പണ്ട് ഭാര്യയും മകളും മരിച്ച ഓർമ്മയിൽ തന്നെ ഇപ്പോഴും നടക്കുവാണോ താടി മുടിയൊന്നും വെട്ടാതെ എന്നുള്ള ഒരു അർത്ഥത്തില്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യം നല്ല തിരിച്ച് ചുട്ട മറുപടി കൊടുക്കുകയാണ്. എന്താണ്, അളിയൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാനിങ്ങനെ മാനസമേന പാടി നടക്കുന്നതിൽ ഓരോരോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളെന്ന് പറഞ്ഞിങ്ങനെ തിരിച്ച് 2 എണ്ണം കൊടുക്കുവാണ്. എന്നിട്ട് മോനെ നീ വിവാഹക്കാരെ സംസാരിച്ചോ? ഞാൻ സംസാരിച്ചു അമ്മ, അജയോട് ഞാൻ വിവാഹക്കാരെ സംസാരിച്ചു. അജയ് ഒറ്റയടിക്കൊന്നും അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവന് കുറച്ച് സാവകാശം കൊടുക്കണമെന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇത് ഭവാനി കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഭവാനി അങ്ങോട്ട് കേട്ടോണ്ട് വന്നിട്ട് സത്യനോട് ചോദിക്കണം, ആർക്കാ സാവകാശം വേണ്ടത്, നിങ്ങൾക്കാണോ അതോ അജയ്ക്കാണോ, അജയ്ക്കാണോ അതോ ഉപദേശിക്കാൻ പോയ ആൾക്കാണോ സാവകാശം വേണ്ടത് എന്നിങ്ങനെ ചോദിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സത്യന് ഒരുമാതിരി അങ്ങായപ്പോ അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നത്, എന്തിനാ ഭവാനി നീ ഓരോ അവസരം കിട്ടുമ്പോഴത്തേക്കും അവൻ എങ്ങനെ വേദനിപ്പിക്കുന്നേ? അപ്പോഴത്തേക്കും ഭവാനി പറഞ്ഞു, എനിക്ക് കിട്ടിയതിന്റെ 1% വേദന പോലും അയാൾക്ക് കിട്ടിയിട്ടില്ല, അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയണ, ആ കേസ് വിട്, അല്ല അഞ്ജന വരാറായോ? ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല, വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയാ. പിന്നീട് അഞ്ജനയെ കാണിക്കുകയാണെങ്കിൽ അടിപൊളി ഒരു മോഡേൺ ലേഡി ആയിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇവിടെ നടുക്കൊക്കെ മൂക്കൊക്കെ കൊത്തി ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര അടിപൊളി മുടിയൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഒരു അടിപൊളി മോഡേൺ, എനിക്കൊന്ന് പുതുമുഖ താരങ്ങൾ ആരോ ആണ് കേട്ടോ, കാറിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ വരുന്നത് കാണിക്കുവാണ്. പിന്നീട് നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി, സംഗീത, മാധവ്, സത്യൻ ഇവരെല്ലാവരും കൂടി സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ സൗഭാഗ്യ മുത്തശ്ശി പറയണ, റബ്ബർ ഫാക്ടറിയും ടയർ ഫാക്ടറി ഒക്കെ എങ്ങനെ പോകുന്നു മാധവ? ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടമ്മ, വേറെ കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ സംഗീത സപ്പോർട്ട് ചെയ്യാണ്, അത് റബ്ബറിന്റെ വില കുറഞ്ഞ കാര്യമാണ് അമ്മ ചേട്ടൻ പറഞ്ഞത്. പറഞ്ഞ ഓ നീ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും സപ്പോർട്ട് തന്നെയാണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ സത്യം പറയണം, മാധവേട്ടനല്ലെങ്കിൽ മാധവനല്ലേ എപ്പോഴും ആക്റ്റീവ് അല്ലേ? പറയുന്നത് ആക്റ്റീവ് ആകണ്ടേ മാധവ, ഒന്ന് ഉഷാറാവണ്ടേ നീ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് പറയണ, ഉഷാറായില്ലെങ്കിൽ നമുക്ക് സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കാനുള്ള കണ്ടീഷൻ അച്ഛൻ വെച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ സത്യം പറയുമ്പോൾ പറയാണ്, അത് നിന്റെ അച്ഛൻ അന്നങ്ങനെ ചെയ്തതല്ലേടാ, അച്ഛൻ അറിയാം എന്നെ അവസാനം വരെ നോക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കുരുക്കിട്ട് ചെയ്തതല്ലേ ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് സത്യ, നീ എന്തിന്റെ 3-4 റിസോർട്ടിന്റെ കാര്യമൊക്കെ നോക്കാറുണ്ടോടാ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും ഇല്ല, അവിടെ മാനേജർ ഉണ്ടല്ലോ. പിന്നെ മാനേജർ ഉണ്ടെങ്കിൽ നീ വേണ്ട ഇതൊക്കെ ശ്രദ്ധിക്കാൻ. അപ്പോൾ പറയാണ് നമ്മുടെ സത്യൻ, സുമിത്ര എല്ലാ പ്രാവശ്യവും 3 മാസത്തിലൊരിക്കലും അവിടെ പോയി നിൽക്കാറുള്ളതായിരുന്നു. സുമിത്ര ആരാണ്? വൈഫ്, നമ്മുടെ അഭിരാമിയുടെ, നമ്മുടെ ഭൂമിയുടെ അമ്മ.
അവിടെ പോയി നിൽക്കാറുള്ളതായിരുന്നു. 22 വർഷം മുമ്പ് അവസാനമായിട്ട് അവൾ പോയിട്ട് പിന്നെ അവളെ കാണാനില്ല, നമ്മുടെ മോളെ കുറിച്ചൊരു അറിവുമില്ല, കൊണ്ടുപോയ ഡ്രൈവറിനെ കുറിച്ചൊരു അറിവുമില്ല എന്നിങ്ങനെ പറയാണ്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ അഞ്ജന അവിടെ കാറിൽ വന്നങ്ങോട്ട് ഇറങ്ങുന്നത്. എപ്പിസോഡ് എൻഡ് ആവുന്നു. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്ന നമ്മുടെ അച്ചുവേട്ടൻ രാത്രി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. ഭൂമി അങ്ങോട്ട് വരുമ്പോൾ ഭൂമിയോട് പറയണം, ഭൂമി നമുക്കിതെല്ലാം വിട്ടിട്ട് നമ്മുടെ പഴയ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാലോ, എന്തൊക്കെയോ കാർമേഘങ്ങൾ ഇരുണ്ട് കൂടുന്ന പോലെ അച്ഛന് തോന്നുന്നു എന്നിങ്ങനെ പറയാ. പിന്നീട് നമ്മുടെ അജയെ നേരിട്ട് കാണുന്ന അഞ്ജന, അപ്പോഴത്തേക്കും അഞ്ജനയോട് പറയാം, എനിക്ക് നിന്നോട് ക്രഷ് ഒന്നും തോന്നുന്നില്ല എന്നിങ്ങനെ അജയ് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അഞ്ജന പറയണം, ഐ ലവ് യു അജയ് എന്നിങ്ങനെ പറയുന്നു. പിന്നീട് നമ്മുടെ ഭവാനി അടുത്ത് അഞ്ജന ചോദിക്കുകയാണ്, അവൾ ജീവിച്ചിരിപ്പുണ്ടോ അമ്മേ? ഇല്ല, അവൾ ജീവിച്ചിരിപ്പില്ല എന്ന് ആര് പറയാണ്? നമ്മുടെ ഭവാനി പറയണം. അതങ്ങനെ അമ്മയ്ക്ക് ഉറപ്പ് പറയാൻ പറ്റും? അമ്മയ്ക്ക് ഉറപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നമുക്ക് നോക്കാം, അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും എന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രൊമോയൊക്കെ കണ്ടത് വെച്ചിട്ടാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആവും സ്റ്റോറി. നിങ്ങളെ TRP എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 10.9 സംതിങ് പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. നല്ല TRP തന്നെയാണ്, ഒരു സ്റ്റാർട്ടിംഗ് TRPയിൽ നല്ല തന്നെയാണ്. നമുക്ക് നോക്കാം അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ കണ്ടെന്താണെന്ന് അറിയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.